ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്നത്തെ എൻ്റെ വീഡിയോ PSC നോട്ട്സ് പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. PSC പഠിക്കുന്ന ഏതൊരാളുടെയും ഡൗട്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണോ വേണ്ടതെന്ന്. കൂടുതലും പേരും പറയാറുള്ളത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ടൈം വേസ്റ്റാണ്, വെറുതെ കുറേ സമയം പോകുമെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, നോട്ട്സ് എഴുതി പോകുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ സമയമുള്ളവരാണെങ്കിൽ മാത്രം, സമയമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ ഓപ്ഷൻസിലേക്ക് പോകാം. പക്ഷേ ഈ ഒരു PSC സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ഫുൾ ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ട്സ് എഴുതി പോകണം. അപ്പോൾ എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പൈഗ റിബേലിയൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ക്ലാസ് ഞാൻ കണ്ടായിരുന്നു, വീഡിയോ ക്ലാസ്. അപ്പോൾ അതിൻ്റെ തന്നെ റാങ്ക് ഫയലിലുള്ള നോട്ട്സ് ഞാൻ വായിച്ചു നോക്കിയപ്പം അതിൽ നിന്നും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നോട്ട്സായിട്ട് എഴുതിയെടുത്തത്. നോട്ട്സ് എഴുതുന്ന സമയത്ത് നമ്മൾ വാരി വലിച്ച് എഴുതി പോകുകയല്ല വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ കൂടുതൽ സമയം പോകുന്നത്. കീ പോയിൻറ്റ്സ് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പോകണം. കീ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ പൈഗ റിബേലിയൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ അതിൻ്റെ കീ പോയിൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നടന്ന ഡേറ്റ്, അതിൻ്റെ മന്ത്, അതിൻ്റെ ഇയർ, പിന്നെ ആരൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. അതായത് ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധം ചെയ്തത് ആരൊക്കെ തമ്മിലാണ്, പിന്നെ അതിൻ്റെ റീസൺ എന്തുമായിരുന്നു, ആ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്തുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കീ പോയിൻറ്റ്സ് മാത്രം നോട്ട്സിൽ എഴുതി വെക്കുക. കാരണം നമ്മൾ ഈ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ സമയത്ത് പഠിക്കുക മാത്രമല്ല, നമുക്ക് പിന്നീട് ഒരു സമയത്ത് റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റണം. പിന്നെ രണ്ടാമതായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് നോട്ട്സൊക്കെ എഴുതി വെക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കി വെക്കും ഇതുപോലെ. അപ്പോൾ നമുക്ക് പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് വേഗം ഇങ്ങനെ നമ്മൾ പേജുകൾ മറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് നമുക്കറിയാമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് PYQ എന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഹൈലൈറ്ററൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ വേഗം ഓടിയെത്തും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ ഒരു കളറിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ബോക്സ്, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രത്യേകം കളറിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട്സ് എഴുതുമ്പോഴത്തേക്കും ഹെഡിങ്സിനും അതുപോലെ തന്നെ സബ് ഹെഡിങ്സിനും ഒക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കളർ കൊടുക്കുക. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിവിഷൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇയേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഒക്കെ ഒരു പ്രത്യേകം കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതായത് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ ഗ്രീൻ കളറാണ് ഇയേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ഇയേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ഒരു സിമ്പിൾസ്, അതായത് സ്റ്റാറോ ഹാഷോ ഒക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവുക. അപ്പം നമുക്ക് വേഗം തന്നെ എക്സാം ഹാളിൽ ഇരിക്കുമ്പം കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നോട്ട്സ് പ്രിപ്പറേഷൻ ടിപ്സായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരുപാട് നല്ല നല്ല നോട്ടിഫിക്കേഷൻസ് ഈ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നല്ല രീതിയിൽ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ. താങ്ക് യു.